അപ്പോൾ 5 വർഷം മുമ്പ് വന്നപ്പോൾ എന്നെ ഇസ്രയേൽ ചാരനായിട്ട് സംസാരിക്കാൻ തുടങ്ങി ലെഫ്റ്റുകാര്. ഇപ്പോൾ ഇസ്രയേലിനെ കണ്ടുകൂടായുള്ള രാജ്യം പാകിസ്ഥാനായിട്ട് പാകിസ്ഥാൻ ചാരനത്ര ഞാൻ. എനിക്കറിയാം അവരുടെ ഉദ്ദേശം. എൻ്റെ പ്രവർത്തനത്തിന് എൻ്റെ ജീവിതത്തെ കുറിച്ചൊന്നും പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ദേശീയ സ്നേഹത്തിനെയും കൂടി അവർ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ജനിച്ചത് ലണ്ടനിലാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഇംഗ്ലീഷ് പാസ്പോർട്ട് കിട്ടായിരുന്നു. എൻ്റെ 58ാമത്തെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാൻ ഒരിക്കലും കൂടി വേറെ ഒരു പാസ്പോർട്ടും എടുത്തിട്ടില്ല. 34 വർഷം അമേരിക്കയിൽ ഇരുന്നിട്ട് ഞാൻ ആ രാജ്യത്തിൽ സെറ്റിൽ ഡൗൺ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഐക്യരാജ്യസഭ വിട്ട ശേഷം ഇന്ത്യക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ രാഷ്ട്രഭൂമിയിലും ഈ കർമ്മഭൂമിയിലും പ്രവർത്തിക്കാൻ ഞാൻ വന്നു. ആരാ അവരെ എൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. എന്നാലും എൻ്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഞാൻ ഈ നഗരത്തിനും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ജാനുവരി മാസത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ്, അബുദാബി, ഷാർജ എന്നീ രാജ്യങ്ങളുടെ ഒരു കോൺസുലേറ്റ് വരാമെന്ന് അവരുടെ അംബാസഡറിനെ വന്ന് പ്രഖ്യാപിച്ചു. ആദ്യത്തെ കോൺസുലേറ്റ് കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് ചിലവർ കൊച്ചി കൊണ്ടുവരാൻ കൂടി ശ്രമിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഈ കോൺസുലേറ്റ് വരുന്നത്. ശ്രീലങ്കയുടെ ഒരു കോൺസുലേറ്റ് വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് നമ്മുടെ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് കാരണം പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല. പക്ഷേ ജർമ്മൻ അംബാസഡർ വന്നിട്ട് പ്രഖ്യാപിച്ചു. ജർമ്മനി രാജ്യത്തിൻ്റെ വിസ ഫെസിലിറ്റേഷൻ സെൻറ്ററും എൻ്റെ അഭ്യർത്ഥന കാരണം വന്നിട്ടുണ്ട്. അപ്പോൾ വിദേശത്ത് പോകാൻ ഇഷ്ടമുള്ളവർക്ക് വിസ കിട്ടാൻ ഇവിടെ തന്നെ സാധിക്കും. ജർമ്മൻ വിസ എടുത്ത യൂറോപ്പിലത്തെ ഏത് രാജ്യത്തും പോകാൻ സാധിക്കും. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഫസ്റ്റാണ്. അത് എൻ്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നെയ്യാറ്റിൻകര പാറശാല താമസിക്കുന്നവർക്ക് പണ്ട് കാലത്ത് രാത്രി 2 മണിക്ക് വന്നിട്ടാണ് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് വരിയിൽ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ എൻ്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ നഗരത്തിന് വേണ്ടി ബാഴ്സലോണ പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ എൻ്റെ അതിശയത്തിൽ ലെഫ്റ്റ് ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. അവർക്കല്ലേ അറിയേണ്ടത് എന്ത് പറ്റിയെന്ന്. ഞാനാണ് ബാഴ്സലോണയിൽ പോയി അവിടുത്തെ നഗരസഭ നമ്മളുടെ ഒപ്പം അന്താരാഷ്ട്രീയ സഹകരണം ചെയ്യാനും അതിനുവേണ്ടി ബഡ്ജറ്റ് തരാനും തയ്യാറാക്കിയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയത്. അവരുടെ മേയർ ഒരു ഡ്രാഫ്റ്റ് അഗ്രിമെൻറ്റിനെ ഒപ്പിട്ടിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതിനെ കൊണ്ടുവന്നിട്ട് ഈ കാലം ഇവിടെ ഉണ്ടായിരുന്ന മേയർ ജയൻ ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കിനി ഒപ്പിടാനേ ആവശ്യമുള്ളൂ. ഇതോടെ നമുക്ക് എല്ലാറ്റിലും സഹായം കിട്ടും. തുറമുഖ വിഷയങ്ങൾ, ടൗൺ പ്ലാനിങ്, സാനിറ്റേഷൻ, മാലിന്യ പ്രശ്നങ്ങൾ, ഫുട്ബോൾ കളിയിലും കൂടി. എന്താണ് ബാഴ്സലോണ സ്പെയിന് വേൾഡ് കപ്പ് ജയിച്ച 2018 സ്പാനിഷ് ടീമിലത്തെ 9 കളിക്കാർ ബാഴ്സലോണയിലായിരുന്നു. അവരതിലും കൂടി സഹകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുള്ള നമ്മുടെ നഗരത്തിനെ ഭരിക്കുന്ന മേയറും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷവും അവരെന്ത് ചെയ്ത് ഇതിനെ ചർച്ചയും കൂടി ചെയ്തില്ല. കൽപ്പിച്ചു കൂട്ടി ഇതിനെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഇതിനെ ലാപ്സ് ആയിപ്പിച്ചു. എന്നിട്ട് അവരിതിനെ പബ്ലിക്കലി പറഞ്ഞപ്പോൾ, നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞപ്പോൾ അവരെന്താ പറയുക, അവർക്ക് അവകാശമില്ല. എന്താ, ഈ നഗരം ഒരു യുണീക്കാണ്. ഇന്ത്യയിലത്തെ എല്ലാ നഗരത്തിനും ട്വിന്നിങ് അഗ്രിമെൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് വെറും ഒരു കോൺഗ്രസ്സുകാരൻ കൊണ്ടുവന്ന പദ്ധതി ചെയ്യാൻ ഇഷ്ടമില്ല പറഞ്ഞ് മാത്രമാണ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞു നടക്കണു, ഇയാൾ ബാഴ്സലോണ കൊണ്ടുവരാൻ പറഞ്ഞോളൂ, എന്ത് പറ്റിയേ? അത് ഉത്തരമാണ്, ഞാൻ കൊണ്ടുവന്നു, നിങ്ങളാണ് തടുത്തത്. ഒരു നഗരം ഭരിക്കുന്നവരുടെ അവകാശമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും നഗരം ട്വിന്നിങ്? അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ ആരാണ് MP-യുടെ ഭാഗം ചെയ്യാനുള്ളതെല്ലാം മാലിന്യ പ്രശ്നം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കമൽനാഥ് മന്ത്രിയെ കണ്ടിട്ട് അതിനുവേണ്ടി 3 കോടി എക്സ്ട്രാ പൈസ കൊണ്ടുവന്ന് മാലിന്യം പരിഹരിക്കുക. നമ്മളുടെ വെളുപ്പശാലയുടെ ഫണ്ടിങ് അങ്ങനെ കേന്ദ്ര ഫണ്ടിങ്ങാണ്. പക്ഷെ അതിനെ ഉപയോഗിക്കാൻ കഴിവില്ലാത്തൊരു ഭരണം നമ്മൾക്ക് 40 വർഷമായിട്ട് ഈ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നഗരത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ വരുന്നത്. അവരെയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം അടുത്ത വെല്ലുവിളി അവരെയും മാറ്റിയിട്ട് ഒരു UDF ഭരണം നമ്മൾ ഈ നഗരത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം വീണ്ടും നന്നാക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരു എപ്പോഴും പറയില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായി മതിയെന്ന്. ഞാൻ അതുപോലെ 5 വർഷം മുമ്പ് ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മുന്നോട്ട് പറഞ്ഞു, മുമ്പിൽ പറഞ്ഞു ഞാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞു മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി. ഞാൻ ആ സമയത്ത് പറഞ്ഞു രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായി മതി. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം, ഈ നാടിനെ നന്നാക്കണം. ഞാൻ ജയിച്ചിട്ട് പോയിട്ട് മന്ത്രിയായി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ആ കാലത്ത് നമ്മുടെ DCC പ്രസിഡന്റ് ശിവകുമാറിനൊപ്പം ആയിരുന്നില്ല.
ഞാൻ ആദ്യം പോയി കണ്ടത് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. എന്ത് പറയാൻ, ഞാനിപ്പോൾ ജയിച്ചു പോയി, ഇനി നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറി വയ്ക്കുക, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം, കേരളത്തിന് വേണ്ടിയിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടും എല്ലാ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ തപ്പുകൂട്ടാൻ 2 കൈ വേണമല്ലോ. അവർക്ക് അതൊന്നും ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് ഈ സങ്കുചിത രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അകത്ത് നമ്മളോടൊപ്പം സഹകരിക്കാനും പ്രവർത്തിക്കാനുമുള്ള പാർട്ടികൾ ഈ വേദിയിൽ കാണുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് അവരൊപ്പം പ്രവർത്തിച്ചിട്ട് ഈ നാടിനെ നന്നാക്കാൻ സാധിക്കാൻ പോകുന്നത്. പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ മുന്നോട്ട് വന്ന് പറഞ്ഞ് ഹൈക്കോടതി ബെഞ്ചിനെ കുറിച്ച് പറയണമെന്ന്. പക്ഷെ എന്താ പറയാനുള്ളത് ഈ ബെഞ്ച്? പക്ഷേ ഒരു കാര്യം ഇവർ ഒളിക്കുന്നത് എന്താണ്? ഇത് മുഖ്യമന്ത്രി വിചാരിച്ചാലോ പ്രധാനമന്ത്രി വിചാരിച്ചാലോ അല്ല ഒരു ഹൈക്കോടതി ബെഞ്ച് വരാൻ പോകുന്നത്. BJPയുടെ സ്വന്തം സ്ഥാനാർത്ഥി രാജഗോപാൽ ലോ മന്ത്രിയായിരുന്നു ഡൽഹിയിൽ. അദ്ദേഹത്തൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അത് ഒളിച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഈ MP ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവന്നില്ല. എന്താ അവർ ഒളിക്കുന്നത്? ഒരൊറ്റ കാരണം, ഈ ഹൈക്കോടതി ബെഞ്ച് വരാൻ കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദം അത്യാവശ്യമാണ്. ചീഫ് ജസ്റ്റിസ് അനുവദിച്ചിട്ടില്ലെങ്കിൽ, ജഡ്ജിമാരുടെ പേരിൽ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഹൈക്കോടതി ബെഞ്ച് ഒരിക്കലും വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നയതന്ത്രമെല്ലാം നമ്മളുടെ ചീഫ് ജസ്റ്റിസുമാരുടെ ഒപ്പം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ചീഫ് ജസ്റ്റിസ് ബെനൂർ മഠ് വന്നിട്ട് ഇവിടെ ഹിയറിംഗ് നടത്തി ബാർ അസോസിയേഷൻ്റെ നിവേദനം വാങ്ങിയത്. ആദ്യത്തെ തവണ ആ കാലത്ത് 53 വർഷത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ കഴിഞ്ഞ വർഷം ഒരു സീനിയർ ജഡ്ജിൻ്റെ 5 വ്യക്തികളുടെ കമ്മിറ്റി എൻ്റെ നിർബന്ധത്തോട് വെച്ചിട്ടാണ് ഈ വിഷയത്തിനെ പരിശോധിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ. വിഷയത്തെയും അവർ നമ്മളെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ആക്ഷേപങ്ങൾ പറഞ്ഞ് നടക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരൊറ്റ സന്ദേശമേ എന്ന് ആവശ്യമുള്ളൂ. ഏത് വിധത്തിന് ഇന്ത്യയാണ് നിങ്ങൾക്ക് വേണ്ടത്? സോണിയാഗാന്ധി ചോദിച്ച പോലെ നിങ്ങൾക്ക് ഒരു UPA ഭരണം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം അറിയാം. ഗാന്ധിജിയുടെ ഇന്ത്യയാണോ വേണ്ടത്, അതോ ഗോഡ്സെയിൻ്റെ ഇന്ത്യയാണോ വേണ്ടത്? നമ്മൾ ആർക്കാ വോട്ട് കൊടുക്കാൻ പോണേ? രാഹുൽ കാലത്തിനോ അതോ രാഹുൽ കാലത്തിനോ? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾക്ക് ജനസേവനം ചെയ്യാനും നിങ്ങൾക്ക് സേവനം ചെയ്യാനും അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഈ 5 വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കിനി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരെയും കാണുമ്പോഴും നിങ്ങളുടെ കടയക്ഷരെ കാണുമ്പോഴും നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനും ഇനിയും 5 വർഷം നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്, UDF തയ്യാറാണ്. നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു സംശയമില്ല, ശ്രീ ശക്തൻ നാടാർ പറഞ്ഞ സമ്മാനം നിങ്ങൾ എല്ലാവരും ഒരു മത്സരമാക്കി മാറ്റും. എല്ലാവർക്കും ഈ സമ്മാനം ജയിക്കാനുള്ള കഴിവുണ്ടാവും. നമ്മൾ നല്ല ഭൂരിപക്ഷത്തോടെ ഈ വിജയം അർപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾ എനിക്ക് നൽകിയ സ്ഥാനാർത്ഥിത്വം ഞാൻ സന്തോഷത്തോടെ ഇന്ന് ഏറ്റെടുക്കുന്നു. നമ്മൾ നാളെ മുതൽക്ക്, ഇന്ന് രാത്രി മുതൽക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാനൊരു വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.